നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷം മിശ്രമായിട്ടുള്ള ഒരു അനുഭവ ഫലങ്ങളാണ് ഈ മാർച്ച് മാസത്തിൽ വന്നു ചേരുക. പലപ്പോഴും വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്, നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അങ്ങനെ തോന്നുന്നവർക്കാണെങ്കിൽ വളരെ ശ്രമകരമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനാണ് സാധിക്കുക. വളരെ വിഷമമുള്ള വിഷയങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടായിത്തീരുക. എന്നാൽ അവർക്കത് ലളിതമായി തീരുവാനുമാണ് യോഗമുള്ളത്. പഠിച്ച വിദ്യയാണെങ്കിലും ചിലവർക്ക് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പലർക്കും പഠിച്ചിട്ടില്ല എന്ന് തോന്നുമെങ്കിലും അറിവുള്ള വിഷയങ്ങൾ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ പരീക്ഷയിൽ വന്നു ചേരുവാനും യോഗമുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ അവലംബിക്കുന്ന കാര്യങ്ങളിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ തന്നെ ഫലം കണ്ടു തുടങ്ങുവാനും ഇതിനുള്ളൊരു അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും യോഗമുണ്ട്. വ്യാപാര മേഖലകളിലാണെങ്കിലും പലപ്പോഴും നിർണായകമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും പല ദിവസങ്ങളിലും ഉറക്കക്കുറവ് അനുഭവപ്പെടുമെങ്കിലും പിറ്റേ ദിവസം അത് അനുകൂലമായി തീരും. ഒരുപക്ഷെ നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഗുരു കാരണവന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും അവലംബിക്കുന്നതും ഒരു പരിധിവരെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനവും യുക്തിപൂർവം പ്രാവർത്തിക തലത്തിൽ ഉള്ള സമീപനവും അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നത് ഗുണകരമായി തീരും. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ഗുണകരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരുവാനും തന്മൂലം സൽകീർത്തി, ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ വന്നു ചേരുവാനും ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.